ഡൽഹിയിൽ അതിശക്തമായ വായുമലിനീകരണത്തിനെതിരെ പ്രതിഷേധിച്ചവരെ ഡൽഹി കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. പ്രതിഷേധത്തിനിടെ പോലീസുകാർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചുവെന്നാരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഡൽഹി കോടതി പ്രതിഷേധം നടത്തിയവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അറസ്റ്റിലായ 15 പ്രതിഷേധക്കാരിൽ 5 യുവാക്കളെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരായ കേസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അടിയന്തരമായിട്ട് പരിഗണിക്കുകയായിരുന്നു. ആകാശ്, അഹാൻ, അക്ഷയ്, സമീർ, വിഷ്ണു എന്നീ 5 വിദ്യാർത്ഥികളെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ഡൽഹിയിലെ അതിഭീകരമായ വായുമലിനീകരണത്തിൽ അധികൃതർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് പ്രതിഷേധം നടത്തിയവർ ആരോപിച്ചിരുന്നു. ക്ലീൻ എയർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ബാരിക്കേഡ് തകർത്ത പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പോലീസുകാർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 യുവാക്കളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതേസമയം ഡൽഹിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ശുദ്ധവായു ഒരു സ്വപ്നമാണെന്നും അങ്ങേയറ്റം മലിനീകരിക്കപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്നും ഈ യുവാക്കളും യുവതികളും ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. എന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും നടത്തിയിട്ടും ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, കാലാകാലങ്ങളിൽ വരുന്ന ദീപാവലി അടക്കമുള്ള ആഘോഷങ്ങളിലൊക്കെ ജനങ്ങൾക്ക് തോന്നിയപടി ആകാശത്തേക്ക് വെടിമരുന്നും പുകപടലങ്ങളുമൊക്കെ പടർത്തി വിട്ടുകൊണ്ട് ഡൽഹിയിലെ അന്തരീക്ഷത്തെ വീണ്ടും വീണ്ടും പ്രതികൂലമാക്കുന്ന അവസ്ഥയാണ് സർക്കാരിൽ നിന്നുണ്ടാവുന്നതെന്നും യുവാക്കൾ ആരോപിക്കുന്നു. ഇതിനെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ല. ആചാരങ്ങളുടെ പേരിൽ ആകാശങ്ങളെ മലിനമാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ലോക നഗരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഇടമായി സ്വന്തം രാജ്യതലസ്ഥാനം മാറിയിട്ടും നടപടി ഉണ്ടാവാത്തത് എന്ത് എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ആ ചോദ്യങ്ങൾ ഉയർത്തിയ പ്രതിഷേധക്കാരിൽ 5 യുവാക്കൾക്കെതിരെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്ന നടപടി ഉണ്ടായിരിക്കുന്നത്. അവർ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്.